നമസ്കാരം. ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമൂഹത്തിൽ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന സന്ധിവാതം എന്ന അസുഖത്തെ പറ്റിയാണ്. മൊത്തം ജനസംഖ്യയിലെ ഒരു 20% പേരിലെങ്കിലും ഈ രോഗാവസ്ഥ കണ്ടുവരുന്നു, പ്രത്യേകിച്ചും പ്രായമായവരിൽ. സന്ധികളിൽ വീക്കവും വേദനയും ആണ് ഇതിൻ്റെ 2 പ്രധാന ലക്ഷണങ്ങൾ. പ്രധാനമായും 2 തരം സന്ധിവാതങ്ങൾ ആണ് ഉള്ളത്. ഒന്ന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, 2 ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ആദ്യം ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിനെ പറ്റി പറയാം. പ്രായാധിക്യത്താൽ സന്ധികൾ തേഞ്ഞ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഒരു 40-50 വയസ്സ് ശേഷമാണ് ഈ രോഗാവസ്ഥ ആരംഭിക്കുന്നത്. കൂടുതലും കാൽമുട്ട് സന്ധികളെയാണ് ഇത് ബാധിക്കാറ്. കഴുത്തിലെ കശേരുക്കളെയും നട്ടെല്ലിൻ്റെ കശേരുക്കളെയും ഇത് ബാധിക്കാൻ കാൽമുട്ട് കൂടാതെ ഇത് ബാധിക്കാറുണ്ട്. കഴുത്തിൻ്റെ കശേരുക്കളെ ബാധിക്കുമ്പോൾ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നും, നടുവിൻ്റെ കശേരുക്കളെ ബാധിക്കുമ്പോൾ ലംബാർ സ്പോണ്ടൈലോസിസ് എന്നും പറയും. 2 എല്ലുകൾ ബന്ധപ്പെടുന്ന സ്ഥലമാണല്ലോ സന്ധികൾ. ഈ എല്ലുകളുടെ അറ്റങ്ങളിൽ ഉള്ള കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി എന്ന ഭാഗം ആണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ചില മനുഷ്യരിൽ പ്രായാധിക്യം കൊണ്ടും മറ്റും ഈ തരുണാസ്ഥി അഥവാ കാർട്ടിലേജിലെ ജലാംശം കുറഞ്ഞ് അത് തേഞ്ഞു പോയി എല്ലുകൾ നേരിട്ട് മുട്ടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ അവസ്ഥയിൽ വേദനയും വീക്കവും സന്ധികളിൽ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ കാൽമുട്ടിനാണെങ്കിൽ സ്റ്റെയർ കേസ് കയറുക, നടക്കുക എന്നിവയൊക്കെ ചെയ്യുമ്പോൾ വേദനയും വീക്കവും അനുഭവപ്പെട്ടു തുടങ്ങും. വിശ്രമിച്ചാൽ ഈ വേദനയും വീക്കവും കുറയുകയും ചെയ്യും. ഇതാണ് ഇത്തരം സന്ധിവാതത്തിൻ്റെ ലക്ഷണം. അതായത് ആക്ടിവിറ്റി റിലേറ്റഡ് ആണ്. കാൽമുട്ടിലാണ് മുമ്പ് പറഞ്ഞ മാതിരി ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടാറ്. ഇതിൻ്റെ ആരംഭദശയിൽ തന്നെ മനസ്സിലാക്കി ചികിത്സിക്കുകയാണെങ്കിൽ ഇത് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ശരീരഭാരം കൂടുതലുള്ളവർക്ക് ഈ അവസ്ഥ വരുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് തടി കൂടാതിരിക്കുവാൻ പ്രായമാകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആൾക്കാരുടെ കാലിൻ്റെ മുട്ടുകൾക്ക് ഒരു വളവ് ശ്രദ്ധിച്ചു കാണും. ഇത്തരം ആൾക്കാരിലും ഈ തേയ്മാനം വേഗത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളവുള്ള ആൾക്കാർ ചില പ്രത്യേക അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്ത് ആ വളവ് നീർത്തുന്ന ഓപ്പറേഷൻ വരെ ഈ അസുഖം വരാതിരിക്കുവാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വളരെ അഡ്വാൻസ്ഡായി ഈ രോഗം തേയ്മാനം വന്ന് സന്ധി വീണ്ടും പഴയ രൂപത്തിലാവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കേസുകളിൽ ഇന്ന് നീ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ്, കാൽമുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വളരെ ഫലപ്രദമായി നടന്നു വരുന്നു. നമ്മുടെ ഈ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഈ ഓപ്പറേഷൻ വളരെ സർവ്വസാധാരണമായി ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ആർത്രൈറ്റിസ്, മുമ്പ് പറഞ്ഞ മാതിരി അതിന് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയും. ഇത് കൂടി ഗൗരവം ഉള്ള ഒരു രോഗാവസ്ഥയാണ്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഈ രോഗം വരാം. ഇതിൽ തന്നെ പല വിഭാഗങ്ങൾ ഉണ്ട്. ഏറ്റവും സാധാരണമായി കാണുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇതിന് ആയുർവേദത്തിൽ ആമവാദം എന്ന് പറയും. കൂടുതലും സ്ത്രീകളിലാണ് ഈ അസുഖം കണ്ടുവരുന്നത്. 30-നും 50-നും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ ഇത് സാധാരണയായി കണ്ടുവരുന്നു. കൈകാലുകളിലെ ചെറിയ സന്ധികളെയാണ് ഇത് തുടക്കത്തിൽ ബാധിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, അതായത് രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ കൈയിൻ്റെ സന്ധികളെല്ലാം
മടങ്ങുന്നതിനും നിവർത്തുന്നതിനും വേദന കൊണ്ടും വീക്കം കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. ഇത് ഒരു മാസം മറ്റോ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ സന്ധിവാതം ആണോ എന്ന് ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു രക്തപരിശോധനയിലും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത്തരം രോഗികളിൽ ESR കൂടുകയും റുമറ്റോയിഡ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബോഡി ബ്ലഡിൽ ഉണ്ടാവുകയും ചെയ്യും. എങ്കിലും എല്ലാ രോഗികളിലും ഈ ആൻറ്റിബോഡി കാണണം എന്നില്ല. രോഗലക്ഷണങ്ങളും പ്രധാനമാണ്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് വളരെയധികം മരുന്നുകൾ ഇന്ന് ഫലപ്രദമായ മരുന്നുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ച് ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ അഭിപ്രായം കൂടി എടുത്ത് ചികിത്സിക്കുന്നത് നന്നായിരിക്കും. ഇത് ചികിത്സിക്കാതെ വിട്ടാൽ കൈകാലുകൾ വളഞ്ഞു പോവുകയും ഡിഫോമിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്ത തരം ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്. ഇത് ചെറുപ്പക്കാരായ പുരുഷന്മാരിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇതിൻ്റെ ലക്ഷണം കൂടുതലും നട്ടലിനെയും ഇടുപ്പലിനെയും ആണ് ബാധിക്കുന്നത് കൊണ്ട് നടുവേദനയായിട്ടാണ് കൂടുതൽ പേരും വരിക. അതുകൊണ്ട് ചെറുപ്പമായിട്ടുള്ള ഒരാൾ നടുവേദനയായി ഡോക്ടറെ അടുത്ത് വന്നാൽ എല്ലാ കേസും ഡിസ്ക്കാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ അത് സന്ധിവാതത്തിൻ്റെ ഒരു ഏളി ലക്ഷണം ആകാം. മൂന്നാമത്തെ ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഇപ്പോൾ കുറച്ച് സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് ഗൗട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്ന ആൾക്കാരിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഈ യൂറിക് ആസിഡ് ശരീരത്തിലെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ അധികമായി കഴിക്കുന്നത് കൊണ്ട് മാംസ്യാഹാരം, നോൺ വെജിറ്റേറിയൻ, എസ്പെഷ്യലി മത്തി, കടലിൽ നിന്നുള്ള വിഭവങ്ങൾ, ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിലാണ് ഈ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടാറുള്ളത്. യൂറിക് ആസിഡ് 7 കൂടുതൽ ആയാൽ അത് ക്രിസ്റ്റൽ രൂപത്തിൽ ജോയിൻറ്റിൽ അടിയാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം സഡൻ ഓൺസെറ്റ് ഓഫ് പെയിൻ ആണ്. ഒരു വിചാരിക്കാതിരിക്കുമ്പോൾ രാവിലെ ഉറക്കമെണീറ്റാൽ പെട്ടെന്ന് തന്നെയുള്ള സന്ധിവേദന. അതും ചെറുപ്പക്കാരിൽ കാലിൻ്റെ തള്ളവിരലിനോട് സന്ധി വീങ്ങുകയും ചുവന്ന് വീങ്ങി വേദനയും ആണെങ്കിൽ ഗൗട്ടാണോ എന്ന് സംശയിക്കണം. എന്നിട്ട് മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് യൂറിക് ആസിഡ് ചെയ്യണം. സ്ത്രീകളിൽ ഈ രോഗം വളരെ അപൂർവമാണ്. അവർക്ക് ഈസ്ട്രജൻ്റെ ഒരു പരിരക്ഷയുണ്ട്. ഇത്രയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ വക സന്ധി രോഗങ്ങളെല്ലാം നേരത്തെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ മാറ്റാനും വേദന കൂടാതെ ജീവിക്കുവാനും സാധിക്കും എന്നതാണ്. നന്ദി, നമസ്കാരം.